എല്ലാവരുടെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ആനിമി ആയിരിക്കും ടോക്കിയോ റിവെഞ്ചേഴ്സ്. അപ്പോൾ അതേപോലത്തെ ഒരു ആനിമി സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, അതേപോലത്തെ ഒരു ആനിമി റിലീസായിരിക്കുകയാണ്. ഒരു ഓൺ ഗോയിങ് ആനിമയാണ്. ഇതിൻ്റെ ഈ സ്റ്റോറി ആർക്കും ഈ പറയുന്ന ഒരു ഗ്യാങ്സ്റ്റേഴ്സും തമ്മിലുള്ള അടിയും ഇതൊക്കെ. പിന്നെ ഇതിൽ മെയിൻ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ നമ്മുടെ ടോക്കിയോ റിവെഞ്ചേഴ്സിലെ ഹാനഗാക്കി ടാക്കിമിച്ചിനെക്കാട്ടിലും കൂളസ്റ്റും ബാഡ് ആസും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ആനിമയുടെ പേര് വിൻ ബ്രേക്കർ എന്നാണ്. അപ്പോൾ ഈ ഒരു ആനിമയുടെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാണാവുന്നതാണ്. കണ്ട ആൾക്കാർക്ക് അറിയാം എത്രമാത്രം നല്ലൊരു ആനിമയാണെന്ന്. അപ്പോൾ ഈ ഒരു ആനിമയുടെ എക്സ്പ്ലനേഷനാണ് ഇന്ന് തൊട്ട് ഞാൻ ഓൺ ഗോയിങ് സെക്ഷനിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാം. നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കം ഒരു പയ്യനാണ് കയറിൻ്റെ മണ്ടയ്ക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ കണ്ട് കുറേ ആൾക്കാരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ ഇവൻ്റെ തലമുടി കാണാൻ തന്നെ വിയേഡായിട്ടുണ്ട്. ഇവനെന്ത് മണ്ടനാണ്, ഇവനെന്ത് മെസ്സെന്നാണ് ഇവൻ്റെ വിചാരം. എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല, വീക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൻ്റെ അകത്ത്. ഇതൊക്കെ അവൻ കണ്ട സ്വപ്നമാണ്. സ്വപ്നം കണ്ടിട്ട് അവൻ എണീക്കുകയാണ്. എന്നിട്ട് നേരെ അവനാണെങ്കിൽ ഒരു സ്ട്രീറ്റിൽ പോവുകയാണ്. അതിൻ്റെ ആ സ്ട്രീറ്റിൻ്റെ പേര് ഡോൺബോ സ്ട്രീറ്റ് എന്നാണ് പേര്. അവിടെയാണെങ്കിൽ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു വയസ്സായ വ്യക്തിയാണെങ്കിൽ കുറേ മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഥാനായകനും ആ ഒരു സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അവൻ ഈ ഒരു സ്ഥലത്ത് വരുന്നത് തന്നെ. അതേ നേരത്താണ് ആ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഇടുക്ക് വഴിയിലാണെങ്കിൽ ഒരു പെങ്കൊച്ചിനെ കുറേ പയ്യന്മാർ ചേർന്ന് റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്തായിട്ടൊരു പ്രശ്നത്തിന് വരണ്ടേന്ന്. അപ്പോൾ അവന്മാർ പറയുകയാണ്, നീ പറഞ്ഞ സ്ഥലത്ത് വരണ്ടെന്നല്ല പറഞ്ഞു, ഇത് വേറെ സ്ഥലമല്ലേ, അതുകൊണ്ട് നിന്റെ നമ്മൾ ഇവിടെ നിന്ന് ചുമ്മാ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവന്മാരാണെങ്കിൽ അവളെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ കയറി പിടിക്കുകയാണ് അവന്മാർ. പെട്ടെന്നാണ് നമ്മുടെ ഹീറോ അവിടെ വരുന്നത്. എനിക്ക് ഈ വീക്കായിട്ടുള്ള ആൾക്കാരെ കണ്ടാലും ഇഷ്ടമല്ല, ഈ വീക്കായിട്ടുള്ളവന്മാർ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് അവന്മാരുടെ അടുത്ത് പോയിട്ട് അതിലുള്ളവരുടെ ഷോൾഡറിൽ തൊട്ടിട്ട് അവൻ പറയുകയാണ്, മാറി നില്ലടാ എന്ന് പറയുകയാണ്. ആരുടെ ഇത് പറയാന്ന് പറഞ്ഞിട്ട് അവന്മാർ ചോദിക്കുകയാണ്. എന്നിട്ട് അവന്മാരിൽ ഒരുത്തനാണെങ്കിൽ നമ്മുടെ ഹീറോനെ അടിക്കാൻ വരെയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവർ പഞ്ച് ചെയ്ത് ഡോജ് ചെയ്യാണ്. എന്നിട്ട് ഇവന്മാരെയൊക്കെ എടുത്തിട്ട് അടിക്കുകയാണ്. ഒറ്റ സെക്കൻഡിൽ തന്നെ എല്ലാത്തിനെയും അടിച്ച് റൊട്ടിയാക്കി താഴെയിട്ട്. അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളൊക്കെ വീക്കാണെന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ മുഖം ഓർത്ത് വെച്ചിരുന്നു. എൻ്റെ പേരാണ് ഹറൂക്ക സാക്കുറ, ഞാൻ ഫ്യൂറിൻ ഹൈസ്കൂളിൽ ചേർന്ന പയ്യനാണ് എന്ന് പറഞ്ഞ് അവൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ്റെ പേര് ഹറൂക്ക, ഫുൾ പേര് ഹറൂക്ക സാക്കുറ. എല്ലാവരും ആലോചിച്ചിട്ട് നമുക്ക് ഹറൂക്ക എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കാം. അവനാണെങ്കിൽ അവിടുത്തെ പോകാൻ നിൽക്കുന്ന നേരത്തെ ആ ഒരു പെങ്കൊച്ച് പറയുകയാണ്, നില്ലട അവിടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് താങ്ക്സ് ഒക്കെ പറയുകയാണ്. അവളെ രക്ഷിച്ചതിന് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇവൻ നോക്കിയിട്ട് നീ ഇതൊക്കെ എൻ്റെ അടുത്ത് തന്നെയാണോ പറയണമെന്ന് ചോദിക്കുക. അപ്പോൾ അവൾ നോക്കിയാണ്, പിന്നെ വേറെ ഇവിടെ ആരുണ്ട്, നീ മാത്രം തന്നെ ഉള്ള എന്ന് പറയുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ടിട്ട് നാളൊക്കെ വരെയാണ്. കാരണം ഇവൻ്റെ അടുത്ത് അങ്ങനെ ആരും കൈൻഡായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അറിയാതെ തുടക്കം തന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവനാണെങ്കിൽ പറയുകയാണ്, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്തത്, എനിക്ക് അവന്മാരെ കണ്ടപ്പോഴേ ദേഷ്യം വന്നു, അതുകൊണ്ട് ഇടിക്കാൻ വന്നതന്നേ ഉള്ളൂ, അല്ല നിനക്ക് വേണ്ടി ഒന്നും അല്ല ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ പറയാണ്, നിനക്ക് വിശക്കണമെങ്കിൽ വാ, നിനക്ക് ഫുഡ് തരാമെന്ന് പറയാണ്. അവനും വേണ്ടാന്ന് പറഞ്ഞിട്ടും അവളാണെങ്കിൽ അവൾ നടത്തുന്ന ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് ഇവന് ഫുഡ് കൊടുക്കുകയാണ്. ഇവിടെ ഹീറോ ആയിട്ടുള്ള ഹറൂക്കയാണെങ്കിൽ ഇപ്പോഴാണ് ഈ ഒരു ടൗണിൽ തന്നെ വരുന്നത് അവൻ്റെ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അവളുടെ അടുത്ത് പറയാണ്. അപ്പോൾ അവൾ അപ്പോഴാണ് മനസ്സിലായത്, സാധാരണ വെളിയിൽ നിന്ന് ആരും ഇവിടെ റെൻറ്റിനോ വീട് വാടകയ്ക്ക് എടുക്കാനൊന്നും വരത്തില്ല. കാരണം അത്രയ്ക്കും ഈ ഒരു ടൗൺ റൂയിനായിട്ടിരിക്കുകയാണ് ഇമ്മളെ പോലത്തെ പയ്യന്മാർ കാരണം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫൈറ്റ് ഉണ്ടാവുന്നത് തന്നെയാണ് ഇമ്മരപ്പന ഗ്യാങ്ങൊക്കെ കാണണം. എന്നാലും ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുകയാണ്. ഞാൻ ഏതായാലും ഇവിടെ തൊട്ട് തന്നെയാണ് പണ്ട് തൊട്ട് താമസിക്കുന്നത്. എൻ്റെ പേര് ടച്ചിബാന എന്ന് അവൾ പറയാണ്. അവളുടെ പേര് ടച്ചിബാന. ഇവനാണെങ്കിൽ ആലോചിക്കാൻ എന്താണ് ഇവള് വന്നിട്ട് എന്തൊക്കെയൊക്കെ പറയുന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നീ നിനക്കെന്തോ ഓംലേറ്റ് ഇഷ്ടമല്ലേ, നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഓ ശരി ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ്. അവനാണെങ്കിൽ ഫുഡ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് അവൻ്റെ മുഖഭാവം കണ്ടാലും നമുക്ക് മനസ്സിലാകും. അവളെ ചോദിക്കുകയാണ്, നിൻ്റെ മുടി കണ്ടാൽ കുറച്ച് വീടായിട്ടിരിക്കുന്നു, പകുതി വെള്ള പകുതി കറുപ്പ്, കണ്ണും അതേപോലെ തന്നെയാണ് മഞ്ഞ കളർ കണ്ണ്, ഇത് നീ വല്ല ഐ ഗ്ലാസസ് വെച്ചതാണോ ലെൻസ് വല്ലതും വെച്ചാണോ ചോദിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ വന്നിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് ഷൈല വേണം, ഇവളാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അവൾ പറയാണ്ട് അവൻ പറയാണ്, മാറി നില്ലടാ, ഈ പറഞ്ഞ പോലെ ഇതെൻ്റെ ഒറിജിനൽ കളർ ഹെയറാണ്, അല്ലാതെ ഞാൻ ഡൈ അടിച്ചൊന്നും അല്ല, എല്ലാവരും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, കളിയാക്കാറുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഇല്ല എനിക്കിത് കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല, കൊള്ളാമെന്ന് പറയുന്നു.
അവളാണെങ്കിൽ അവൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് നല്ല കോംപ്ലിമെൻ്റ് ആണ് കൊടുക്കുന്നത്. ഇവനാണെങ്കിൽ പറയുന്നു എനിക്ക് എൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ചൊന്നും കേൾക്കണ്ട, ഞാനിവിടെ വന്നത് വേറൊരു കാര്യത്തിനാണ്. ഞാൻ ഫ്യൂറിൻ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യാനാണ് വന്നത്. അവിടെ പോയിട്ട് അവിടെയുള്ള എല്ലാവരെയും തോൽപ്പിച്ചിട്ട് അവിടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളായിട്ട് എനിക്ക് മാറണം, ഏറ്റവും ടോപ്പ് പൊസിഷനിലായിട്ട് മാറണം, അവിടെയുള്ള പയ്യന്മാരെയൊക്കെ ഡിഫീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ മെയിൻ ലക്ഷ്യമേ. അപ്പോൾ അവൾ പറയണം അപ്പം നീ മൊത്തത്തിലൊക്കെ നീ ഇട്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ യൂണിഫോമാണ് എൻ്റെ ആടാന്ന് ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ അല്ല എൻ്റെ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ടുകൊണ്ട് വന്നതെന്ന് വിചാരിക്കരുതെന്ന് അവൻ പറയുന്നു. ഞാനൊരു വയസ്സായ വ്യക്തിയാണെങ്കിൽ നേരത്തെ അവിടെ നിന്ന് കോഫി അടിച്ചുകൊണ്ടിരുന്ന അങ്ങേരാണെങ്കിൽ പൈസ കൊടുത്തിട്ട് ടച്ച് ബൈയുടെ അടുത്ത് ബൈ പറഞ്ഞ് പോകാൻ നിൽക്കുന്നത്. അപ്പോഴാണ് ഇവൻ വന്നിട്ട് അതിൻ്റെ അടുത്ത് പറയുന്നത് അയ്യോ കിളവ താനാണ് ഈ ഒരു ബാഗ് ഇവിടെ മറന്ന് വെച്ചിട്ട് പോയി, ഇതും കൂടെ എടുത്തുകൊണ്ട് ഒക്കെ ഒന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങേരാണെങ്കിൽ അവരുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയാണ്. അവൻ ചെറുതായിട്ട് സന്തോഷമാവുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കുകയാണ് ടച്ച് ബാന. ഒരു ബാഗാണെങ്കിൽ ഒരു വയസ്സായ വ്യക്തിക്കാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബാഗായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവന് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തത്, താങ്ക്സ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇവനാണെങ്കിൽ ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് സന്തോഷമാവുകയാണ്. സാധാരണ ഇവരുടെ അടുത്ത് ആരും ഇങ്ങനെ പെരുമാറിയിട്ടൊന്നും ഇല്ല, കൈൻഡായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് ഇവന് നല്ല രീതിയിൽ സന്തോഷമാവുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ ഇവരുടെ അടുത്ത് ഒരു കാര്യം പറയാണ്, നീ ഫ്യൂറിനിൽ പോകാൻ പോകുന്നത് നിന്റെ എല്ലാ ആഗ്രഹവും കൊള്ളാം, പക്ഷേ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വരുന്ന ആഗ്രഹം നടക്കാൻ ചാൻസ് ഇല്ല. കാരണം ഫ്യൂറിനുള്ളവർ നല്ല സ്ട്രോങ് ആണ്, പെട്ടെന്നൊന്നും നിന്നെ കൊണ്ട് ടോപ്പ് ലെവലിൽ എത്താൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം ഇവൻ പറയാണ് നീ എൻ്റെ ഫൈറ്റ് നേരത്തെ കണ്ടതല്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് അവന്മാർ അടിച്ചിട്ടെന്ന് പറയുന്നു. അപ്പം അവൾ പറയാണ് അതാണ് നിന്റെ മെയിൻ പ്രശ്നമേ, നീ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് നിനക്ക് ടോപ്പ് പൊസിഷൻ എടുക്കാനേ സാധിക്കത്തില്ല എന്ന് അവൾ പറയുന്നു. ഇതാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയും ടോപ്പ് പൊസിഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവള് പറഞ്ഞ പോലെ നടക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ചെറിയൊരു ടെൻഷനും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മളെ ഇവൻ്റെ അടുത്ത് നേരത്തെ ഫൈറ്റ് ചെയ്ത അവന്മാരാണെങ്കിൽ വന്നിട്ട് അവിടെയുള്ള കടയും എല്ലാം അടിച്ച് പൊട്ടിക്കുകയാണ്. അവിടെ നിന്ന് ആൾക്കാരിൽ ചില പേരാണെങ്കിൽ ആരെയും വിളിച്ച് കോൾ ചെയ്ത് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് മറ്റവനാണെങ്കിൽ ഇവൻ്റെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് പറയാണ് എവിടെയാണ് നടന്നു പോകുന്നത്, എന്താ വീണ്ടും പേടിച്ചോ, നീയല്ലേ നേരത്തെ പറഞ്ഞ നിന്റെ മുഖവും നിന്റെ പേരൊക്കെ ഓർത്ത് വെച്ചിരിക്കാൻ, എന്താ ഇപ്പം നിനക്ക് പേടിയാണോ എന്ന് അവൻ ചോദിക്കുകയാണ് നമ്മുടെ ഹീറോയുടെ അടുത്ത്. ഇത് മാത്രം എന്തടാ ഈ മുടി കാണാൻ കണ്ണാപ്പിയെ പോലെ ഇരിപ്പുണ്ട്, ഇത് നിന്റെ കളർ അടിച്ചാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നില്ല ഇതെൻ്റെ യഥാർത്ഥ മുടിയാ. എന്ത് യഥാർത്ഥ മുടിയോ, നീ എന്ത് മനുഷ്യൻ തന്നെയാണോ അതോ വേറെ വല്ല പട്ടീരെ ജാതി വല്ലതോ ആണോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് തെറ്റായ രീതിയിൽ പെരുമാറുകയാണ്. അവൻ ആലോചിക്കുകയാണ് ഇപ്പോഴാണ് ഇവരൊക്കെ എൻ്റെ അടുത്ത് നോർമലായിട്ട് പെരുമാറാൻ തുടങ്ങിയത്, കുറച്ച് പേരെങ്കിൽ ഇതുവരെ ഇവരൊക്കെ വീടാണോ എന്ന് വിചാരിച്ചു, ഇപ്പം ആരെങ്കിലും ഒരാൾ നോർമലായിട്ട് പെരുമാറുന്നല്ലോ. അത് മാത്രമല്ല അവൾ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കിയാണ്, ഒറ്റയ്ക്കൊന്നും നിനക്ക് ടോപ്പ് പൊസിഷനിൽ എത്താൻ പറ്റില്ല എന്ന് പറയാണ്. ഇവന് ദേഷ്യം വരികയാണ്, ഇല്ല എങ്ങനെയും ഞാൻ ടോപ്പ് പൊസിഷനിൽ എത്തും, അത് ആരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അത് മാത്രമല്ല നിന്നെ ഫ്യൂറിൽ ഇതുവരെ കണ്ടിട്ടുണ്ടല്ലോ, എന്താ നീ പുതുതായിട്ട് വന്ന് ചേർന്നയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടാണ് ഇവനാണ് ദേഷ്യം വന്നിട്ട് അവൻ്റെ മുഖത്താണെങ്കിൽ ഒരു വലിയൊരു പഞ്ച് കൊടുക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, എല്ലാവരും ഒരേപോലെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂട്ടിയാണെങ്കിൽ എല്ലാവരെയും പിടിച്ചിട്ട് ഇടിക്കുകയാണ്. ഒരുത്തരെ പോലും വിടാതെ എല്ലാത്തിനും അടിച്ച് റൊട്ടിയാക്കിയാണ്. ഈ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ടച്ച് ബാനയാണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് നിന്ന് എന്താ ശബ്ദം എന്ന് പറഞ്ഞ് വെളിയിൽ നോക്കാൻ വരുന്ന നേരത്ത് ഒരുത്തനാണെങ്കിൽ ഓടി വന്നിട്ട് അവളെ പിടിച്ചിട്ട് അവളുടെ കഴുത്തിൻ്റെ നേരെ കത്തി വെച്ചുകൊണ്ടാണ്. യാദിക്ക് നീ അവിടെ തന്നെ നിന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് മറ്റവനാണെങ്കിൽ നമ്മുടെ ഹീറോ ആ റൂട്ടിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവനാണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ റൂട്ട് ഓടി വന്നിട്ട് അവനെ അടിച്ച് റൊട്ടിയാക്കിയാണ്. എന്നിട്ട് പറയാണ് വീക്ക്ലിങ്സിനെ പോലെ കത്തി കാണിച്ചിട്ട് പേടിപ്പിക്കാൻ നോക്കിയാണോ, ബാക്കിൽ നിന്ന് വേറെ ഒരുത്തരെ അടിക്കാൻ വന്ന നേരത്ത് നമ്മുടെ ആ റൂട്ടിയാണെങ്കിൽ അവനെ അടിച്ച് റൊട്ടിയാക്കിയാണ്. എന്താണ് ഇമാര് അടിച്ചിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹറൂട്ട് ആലോചിക്കുന്ന നേരത്താണ് ഒരുത്തനെയാണെങ്കിൽ താഴെ കിടന്ന കത്തി എടുത്തിട്ട് വന്ന് നമ്മുടെ ഹറൂട്ടിനെ കാലിൽ കുത്തുകയാണ്. ണെങ്കിൽ അവൻ ഇടിക്കുകയാണ്. എന്നിട്ട് നോക്കിയാൽ വേറൊരുത്തൻ ചാടി നിന്നിട്ട് ബേസ്ബോൾ ബാറ്റ് കൊണ്ടിട്ട് അടിക്കാൻ വരികയാണ്. ഹറൂട്ടിയാണെങ്കിൽ ഒരു നേരത്തെ ഷോക്ക് ആവുകയാണ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ എങ്ങനെയാണ് ചേർന്നത്, ഞാൻ എന്തിനാണ് ഇവളെ പ്രൊട്ടക്ട് ചെയ്തത്, ഞാൻ എന്തിനാണ് ബാക്കിയുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹറൂട്ട് ആയിരിക്കുന്ന നേരത്താണ് വേറെ ഒരുത്തൻ വന്നിട്ട് ഹറൂട്ടിനെ രക്ഷിക്കുകയാണ്. ആ ഒരു ബാറ്റ് കൊണ്ട് അടിക്കാൻ വന്നവൻ എടുത്തിട്ട് റൊട്ടിയാക്കിയാണ്. അവ മറ്റാരുമല്ല നമ്മുടെ ഇവനെ പോലെ ഫ്യൂറിൽ ചേർന്ന് വേറെ ഒരുത്തരാണ്. അപ്പം അവൻ വന്നിട്ട് പറയാൻ ടച്ച് ബാന ഇതൊക്കെ നേരത്തെ എൻ്റെ അടുത്ത് വിളിച്ച് പറയാത്തത് വല്ല പ്രശ്നവും നടന്നപ്പോൾ, അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫ്യൂറിൽ ചേർന്ന് വേറെ കുറേ എണ്ണം നടന്നു വരികയാണ്. ആ റൂട്ട് ഷോക്ക് ആവുകയാണ്. ഫ്യൂറിലുള്ളവർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു. എന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ നമ്മുടെ റൂട്ടിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ ഫസ്റ്റ് ഇയർ ആണോ, ഫ്യൂറിൽ ഇപ്പോഴാണ് ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഏതായാലും നല്ല കാര്യം തന്നെയാണ് ചെയ്തതെന്ന് പറയാണ്. പെട്ടെന്ന് നോക്കിയാൽ മറ്റു ഗാങ്ങിലുള്ളവന്മാരൊക്കെ എന്നിട്ട് ഫ്യൂറിലുള്ളവന്മാരൊക്കെ വന്നു, ഇവന്മാരെ എന്തടിച്ചും കൊല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗ്യാങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്.
പറഞ്ഞാൽ ഫ്യൂറിലുള്ള അവന്മാരാണ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നത്. മറ്റവന്മാരെയൊക്കെ അടിച്ച് റൊട്ടിയാക്കിയാണ് ഒരു രീതിയിലുള്ള ആക്ഷനും കാണിക്കാതെ എടുത്തിട്ട് ഇടിക്കുകയാണ്. അവന്മാരെ ലീഡറാണെങ്കിൽ ഫ്യൂറിൻ്റെ ആ ഒരു ഗ്യാങ്ങിൻ്റെ ലീഡറാണെങ്കിൽ ഇവൻ നമ്മുടെ അടുത്തും ഹറൂട്ടിൻ്റെ അടുത്തും പറയാണ് നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കുമെന്ന് പറയാണ്. അപ്പോൾ ഹറൂട്ട് പറയാണ് ഇല്ല എനിക്കൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പം മറ്റവൻ പറയാണ് ഞാൻ നിന്നെ മാത്രമല്ല ഈ ഒരു ടൗണിൽ ചേർന്ന് എല്ലാവരെയാണ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയാണ്. ഇവിടെ ആ ഒരു ടൗണിലുള്ള എല്ലാവരും ആണെങ്കിൽ നമ്മുടെ ഫ്യൂറിനെ ചിയറപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഹറൂട്ടിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഷോക്ക് ആവുകയാണ്. ഒരു ഗ്യാങ്ങിനെ ആ ഒരു ടൗണിലുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് ചിയർ ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സീൻ തന്നെ കാണുന്നത്. പെട്ടെന്ന് ടച്ച്മാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടൗൺ പ്രൊട്ടക്റ്റിൻ്റെ തന്നെ ഫ്യൂറിലുള്ള അവന്മാരാണ്. ബാക്കിയുള്ള ഗ്യാങ്ങൊക്കെ ഈ ഒരു ടൗണിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഫ്യൂറിലുള്ളവരാണ് ചേർന്ന് ആ ഒരു പ്രശ്നമൊക്കെ മാറ്റി കൊടുക്കുന്നത്. ഇത് നടന്നിട്ട് 2 വർഷമായി. എല്ലാം കടയുടെ ഫ്രണ്ടിലും ബോർഡ് വെച്ചിട്ടുണ്ട് ഫ്യൂറിലുള്ള ആൾക്കാരാണ് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോണതെന്ന്. നമ്മുടെ ഹറൂട്ടിക്ക് വളരെ ഷോക്കിംഗ് ആണ്. ഒരു ഗ്യാങ്ങിനെ എല്ലാവരും ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഫ്യൂറിലുള്ളവന്മാരാണെങ്കിൽ മറ്റവന്മാരെയൊക്കെ അടിച്ച് റൊട്ടിയാക്കി കിടത്തി കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടാണെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടുത്തെ താങ്ക്സ് ഒക്കെ പറയുകയാണ്. നന്നായിട്ട് ഫൈറ്റ് ചെയ്തെന്നൊക്കെ താങ്ക്സ് ഒക്കെ പറയുകയാണ്. വേറെ 2 പേര് ചേർന്നിട്ട് നമ്മുടെ ഹീറോ ഹറൂക്കിയുടെ അടുത്ത് വന്നിട്ട് താങ്ക്സ് ഒക്കെ പറയാണ്. നീയും നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് മോനെ എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് ഒക്കെ പറയാണ്. ഒരു വയസ്സായ ആരാണെങ്കിൽ വന്നിട്ട് അവൻ്റെ കാലാണെങ്കിൽ മുറിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് മെഡിസിൻ വെക്കാൻ വേണ്ടി വരെയാണ്. ഇവനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഷോക്കാവുകയാണ്. നിർത്ത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കാണുന്നത്, നിങ്ങളെ ഹീറോസ് പോലെയാണ് ഇവിടെ കരുതുന്നത്, ഞാനാണെങ്കിൽ ഇവിടെ ടോപ്പ് ആവാനാണ് വന്നതെന്ന് പറയുകയാണ്. പെട്ടെന്ന് നമ്മുടെ ടച്ച് വാന വന്നിട്ട് പറയാണ് ഹറൂക്ക എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലാവും, നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമല്ല, നീ ആ ഒരു വയസ്സായ വ്യക്തിയെ സഹായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് സ്നേഹമുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് നിനക്കും ആഗ്രഹമെന്ന് അറിയാം. സോ അതുകൊണ്ട് നീ ഇത് അപ്സെറ്റ് ചെയ്താലേ പറ്റൂ, നിനക്ക് ഇപ്പം പുതിയൊരു ലൈഫാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടച്ച് വാനയാണെങ്കിൽ അവൻ്റെ കാലിലാണെങ്കിൽ മെഡിസിൻ വെച്ച് കൊടുക്കുകയാണ്, ബാൻഡേജൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. കേട്ട് നമ്മുടെ ഹറൂക്കാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ഓടിച്ചെന്നിട്ട് ചാടി പറയാണ് എല്ലാവരും ഫൈറ്റ് ചെയ്യണവന്മാരൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഞാനായിരിക്കും ദ സ്ട്രോങ്ങസ്റ്റ്, എനിക്കിപ്പം മനസ്സിലായി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നേരത്തെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി അവൻ്റെ മുഖത്ത് നോക്കി ഒരു ചവിട്ട് കൊടുക്കുകയാണ്. മറ്റവന്മാരൊക്കെ ഷോക്കോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്നിട്ട് മറ്റു എണീറ്റേരെ നമുക്ക് മനസ്സിലായില്ല, ഇവൻ എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞ് ആലോചിക്കുകയാണ്. എന്നിട്ടാണ് ഈ മറ്റേ ടച്ച് വാന പറയാണ് ഇവനെ കണ്ട മണ്ടരെ പോലെയൊക്കെ ഇരിക്കും, പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇവൻ ഭാവിയിലൊരു ഹീറോ ആയിട്ട് തന്നെ മാറും, ഈ ഒരു ടൗണിലൊരു വലിയ ഹീറോ ആയിട്ട് തന്നെ മാറാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് തീരെയാണ്. അപ്പോൾ ചില എക്സ്പ്ലനേഷൻസ് ഒക്കെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നു, അത് നമ്മൾ അടുത്ത എപ്പിസോഡിലൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആനിമ കാണാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അവിടെ കയറി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആനിമയുടെ ഫസ്റ്റ് എപ്പിസോഡ് കാണാവുന്നതാണ്. സോ മറക്കാതെ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ ഇരിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. ഹാവ് ഫൺ ഗൈസ്, ബൈ.